നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. ദിലീപ്, മഞ്ജു വാര്യർ എന്നിവരെക്കുറിച്ചുള്ള ചർച്ചയാണ് സോഷ്യൽ മീഡിയ മുഴുവനും. ഒരു കാലത്ത് മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ താര ജോഡികളായിരുന്നു ദിലീപും മഞ്ജു വാര്യരും. വർഷങ്ങൾക്ക് മുൻപ് ഇരുവരും വേർപിരിഞ്ഞു എന്ന വാർത്ത ഏറെ ദുഃഖത്തോടെയാണ് മലയാളികൾ സ്വീകരിച്ചത്. 2015 ദിലീപും മഞ്ജു വാര്യരും തമ്മിൽ വേർപിരിയുന്നത്. എന്തുകൊണ്ട് തങ്ങൾ പിരിഞ്ഞു എന്നതിന് ഒരിക്കൽ പോലും താരങ്ങൾ മനസ്സ് തുറന്നിട്ടില്ല. തീർത്തും വ്യക്തിപരമായ കാര്യങ്ങളാണ് വിവാഹമോചനത്തിന് പിന്നിലെന്നാണ് ദിലീപും മഞ്ജുവും മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞിട്ടുണ്ട്. വിവാഹത്തോടെ മഞ്ജു വാര്യർ സിനിമയോടും അഭിനയത്തോടും വിട പറഞ്ഞ് കുടുംബജീവിതത്തിലേക്ക് ഒതുങ്ങി. പ്രണയിച്ച് വിവാഹിതരായ ഇരുവരും 14 വർഷങ്ങൾക്ക് ശേഷമാണ് വേർപിരിഞ്ഞത്. മഞ്ജുവുമായുള്ള വിവാഹമോചന ശേഷം ദിലീപ് കാവ്യ മാധവനെ വിവാഹം കഴിച്ചത് ഏറെ വിവാദങ്ങൾക്ക് വഴിതെളിച്ചിരുന്നു. ഈ പുഴയും കടന്ന് എന്ന കമൽ ചിത്രത്തിൽ ദിലീപും മഞ്ജുവും നായികാനായകന്മാരായി അഭിനയിച്ചിരുന്നു. ഈ ചിത്രത്തിന്റെ ഷൂട്ടിനിടെയാണ് ഇരുവരും പ്രണയത്തിലാകുന്നത്. മലയാള സിനിമാ ലോകത്തെ തന്നെയും ഞെട്ടിച്ച പ്രണയമായിരുന്നു മഞ്ജു വാര്യരും ദിലീപും തമ്മിലുള്ളത്. 4 വർഷത്തോളം പ്രണയിച്ച ശേഷമാണ് 1998 ഒക്ടോബർ 20 മഞ്ജു വാര്യർ ദിലീപിനെ വിവാഹം കഴിക്കുന്നത്. അഭിനയം മാത്രമല്ല, നൃത്തം ചെയ്യുന്നതും മഞ്ജു അവസാനിപ്പിച്ചു. കുടുംബിനി റോളിലേക്ക് ഒതുങ്ങിയ ശേഷം പൊതുവേദികളിൽ വിരളമായി മാത്രമേ താരം പ്രത്യക്ഷപ്പെട്ടിരുന്നുള്ളൂ. അതിനിടയിൽ ഇരുവർക്കും മകളും പിറന്നു. മഞ്ജു ദിലീപ് ജോഡിക്ക് ഒരു കാലത്ത് വലിയൊരു ആരാധക വൃന്ദമുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് പെട്ടെന്ന് ഒരു ദിവസം മഞ്ജുവും ദിലീപും വിവാഹമോചനത്തിന് ഒരുങ്ങുന്നുവെന്ന വാർത്ത പുറത്തു വന്നത്. 2014 ഇരുവരും വിവാഹമോചനത്തിന് അപേക്ഷ നൽകി. 2015 ജനുവരിയിൽ എറണാകുളം കുടുംബ കോടതി ഇത് അനുവദിച്ചു. വിവാഹമോചന ശേഷം മഞ്ജു സിനിമയിലേക്ക് തിരിച്ചെത്തി. ദിലീപ് തന്റേതായ രീതിയിൽ സിനിമയിൽ തുടർന്നു. വേർപിരിയാനുള്ള കാരണം ഇരുവരും എവിടെയും പങ്കുവച്ചിട്ടില്ല. പക്ഷേ നടിയെ ആക്രമിച്ച കേസ് വന്ന ശേഷം ഇരുവരും തമ്മിലൊരു കോൾഡ് വാർ ഉണ്ടായിരുന്നു. കേസിൽ വിധി വന്ന ശേഷം മഞ്ജുവിനെതിരെ ദിലീപ് രംഗത്തെത്തുകയും ചെയ്തിരുന്നു. ഇപ്പോഴിതാ ആദ്യമായി മഞ്ജു വാര്യരുടെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ ദിലീപിന്റെ ഫോട്ടോ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. നടി ആദ്യമായി നായികയായ സിനിമ സല്ലാപം ഇറങ്ങിയിട്ട് 30 വർഷം തികയുകയാണ്. ചിത്രത്തിൽ മറ്റൊരു പ്രധാന വേഷം ചെയ്ത മനോജ് കെ ജയൻ ആ സന്തോഷം പങ്കിട്ട് ഇൻസ്റ്റയിലിട്ട പോസ്റ്റാണ് മഞ്ജു സ്റ്റോറിയിൽ ഷെയർ ചെയ്തിരിക്കുന്നത്. സല്ലാപം സിനിമ പ്രദർശനം ആരംഭിച്ച് 2ാം വാരത്തിലേക്ക് എത്തിയപ്പോൾ ആ സന്തോഷം പ്രകടിപ്പിച്ച് അന്ന് അണിയറ പ്രവർത്തകർ നൽകിയ പത്രപരസ്യത്തിന്റെ കട്ടിങ്ങുകളാണ് മനോജ് കെ ജയൻ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. മഞ്ജുവും ദിലീപും മനോജുമാണ് അന്ന് പത്രത്തിൽ വന്ന പരസ്യത്തിൽ ഉണ്ടായിരുന്നത്. ചുവന്ന 3 ഹാർട്ട് ഇമോജികൾക്കൊപ്പമാണ് മഞ്ജു പോസ്റ്റ് ഷെയർ ചെയ്തത്. വ്യക്തിപരമായ പ്രശ്നങ്ങൾ പ്രൊഫഷനുമായി കൂട്ടിക്കുഴയ്ക്കാത്ത കലാകാരിയാണ് മഞ്ജു എന്നാണ് ആരാധകർ കുറിച്ചത്. സിനിമാ സെറ്റിലെ ഓർമ്മകൾ പങ്കുവയ്ക്കുമ്പോൾ അതിൽ ദിലീപും ഉൾപ്പെടുന്നതാണെങ്കിൽ ആ പേര് ഒഴിവാക്കാതെ ദിലീപേട്ടൻ എന്ന് പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്നയാളാണെന്നും മുൻ ഭർത്താവ് എന്ന ബഹുമാനം ഇപ്പോഴും നടന് മഞ്ജു നൽകുന്നുണ്ടെന്നും ആരാധകർ കുറിച്ചു. അതേസമയം മഞ്ജു വാര്യർ മീനാക്ഷിയെ പിന്തുടരുന്നുണ്ടെങ്കിലും മീനാക്ഷി മഞ്ജുവിനെ പിന്തുടരുന്നില്ല. മീനാക്ഷിയുടെ അക്കൗണ്ടിലെ ഫോളോവേഴ്സ് ലിസ്റ്റിൽ മഞ്ജുവിന്റെ പേരില്ല. 5 ലക്ഷത്തിനടുത്ത ഫോളോവേഴ്സ് ഉള്ള മീനാക്ഷി പിന്തുടരുന്നത് 51 പേരെയാണ്. നസ്രിയ ഫഹദ്, അപൂർവ ബോസ്, അലീന അൽഫോൺസ് പുത്രൻ, മമിത ബൈജു, നമിത പ്രമോദ്, റെബ മോണിക്ക, നിരഞ്ജന അനൂപ്, മീരാനന്ദൻ, കീർത്തി സുരേഷ് എന്നിവരടക്കമുള്ളവരെ മീനാക്ഷി ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ലിസ്റ്റിൽ മഞ്ജു ഇല്ല. 138 പേരെയാണ് മഞ്ജു വാര്യർ തന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെ ഫോളോ ചെയ്യുന്നത്. ഇതിലൊരാൾ മീനാക്ഷിയാണ്. 3.5 മില്യൺ ഫോളോവേഴ്സും നടിക്കുണ്ട്. മഞ്ജുവും ദിലീപും വേർപിരിഞ്ഞതിന് ശേഷം മീനാക്ഷി ദിലീപിനൊപ്പമാണ് താമസിക്കുന്നത്. ദിലീപിനൊപ്പം മീനാക്ഷി പൊതുചടങ്ങുകളിൽ പങ്കെടുക്കാറുണ്ട്. എന്നാൽ മഞ്ജുവിനൊപ്പം മീനാക്ഷിയെ കണ്ടിട്ടില്ല. 1998 ദിലീപും മഞ്ജുവും വിവാഹിതരാകുന്നത്. വർഷങ്ങളോളം വേർപിരിഞ്ഞ് താമസിച്ചതിന് പിന്നാലെ 2015 ഇരുവരും ഔദ്യോഗികമായി വിവാഹമോചനം നേടിയത്. 2016 ദിലീപ് കാവ്യ മാധവനെ വിവാഹം ചെയ്തത്. മീനാക്ഷി MBBS ബിരുദം നേടിയ ചടങ്ങുകളിൽ നിന്നും മഞ്ജു വാര്യർ ഉണ്ടായിരുന്നില്ല. ചെന്നൈയിലാണ് മീനാക്ഷി MBBS പൂർത്തിയാക്കിയത്. മകളെ ദൂരെ നിന്ന് നോക്കിക്കണ്ട് സന്തോഷം കണ്ടെത്തുന്ന അമ്മയാണ് മഞ്ജു വാര്യർ എന്ന് ആരാധകർ പറയാറുണ്ട്. ഇൻസ്റ്റഗ്രാമിൽ പങ്കുവയ്ക്കുന്ന മീനാക്ഷിയുടെ ഫോട്ടോകൾക്ക് മഞ്ജു വാര്യർ ലൈക്ക് ചെയ്യാറുണ്ട്. മകളെ മഞ്ജു ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുന്നുമുണ്ട്. പക്ഷേ ദിലീപുമായുള്ള വിവാഹബന്ധം വേർപിരിഞ്ഞ ശേഷം മീനാക്ഷിയെ മഞ്ജു വാര്യർക്കൊപ്പം കണ്ടിട്ടില്ല. മഞ്ജുവിന്റെ അച്ഛൻ മരിച്ചപ്പോൾ മീനാക്ഷി ദിലീപിനൊപ്പം കാണാൻ എത്തിയിരുന്നു. കുറച്ചു സമയം അവിടെ നിന്ന് തിരിച്ചുപോയി. മകൾ തിരിച്ചു വന്നാൽ മഞ്ജു വാര്യർ സ്വീകരിക്കാൻ തയ്യാറാണ്. അതേസമയം അച്ഛനൊപ്പം മകൾ സന്തോഷവതിയും സുരക്ഷിതയുമാണെന്ന് മഞ്ജുവിന് അറിയാം. മീനൂട്ടിക്ക് അച്ഛനോടുള്ള സ്നേഹം മറ്റാരേക്കാളും നന്നായി എനിക്കറിയാം. അവൾ അദ്ദേഹത്തിന്റെ സംരക്ഷണത്തിൽ എന്നും സുരക്ഷിതയും സന്തുഷ്ടയും ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവളുടെ മേലുള്ള അവകാശത്തിന്റെ പിടിവലിയിൽ അവളെ ദുഃഖിപ്പിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്നാണ് വേർപിരിയൽ സമയത്ത് മഞ്ജു വാര്യർ പറഞ്ഞത്. മഞ്ജു വാര്യരുടെ തളരാത്ത പോരാട്ട വീര്യത്തെ പ്രശംസിച്ച് എഴുത്തുകാരി ശാരദക്കുട്ടി കുറിച്ച ഫേസ്ബുക്ക് പോസ്റ്റും നടി ശോഭന നൽകിയ മറുപടിയും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയിരുന്നു. അടുത്തിടെ മഞ്ജു വാര്യർ തന്റെ BMW ബൈക്കിൽ ധനുഷ്കോടിയിലേക്ക് നടത്തിയ യാത്രയെക്കുറിച്ചായിരുന്നു ശാരദക്കുട്ടിയുടെ കുറിപ്പ്.
ആണിനും കുടുംബത്തിനും സദാചാര ബോധ്യങ്ങൾക്കും വഴങ്ങാതെ പറന്നു നടക്കുന്ന പെൺമയാണ് മഞ്ജു. കുടുംബമില്ലെങ്കിലും തനിക്ക് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് മഞ്ജു തെളിയിച്ചുവെന്നും പെൺകുട്ടികൾക്ക് പഠിക്കാനുള്ള പാഠപുസ്തകമാണ് മഞ്ജു വാര്യർ എന്നായിരുന്നു ശാരദക്കുട്ടി കുറിച്ചത്. അതേസമയം ശാരദക്കുട്ടിയുടെ കുറിപ്പിനെ പ്രശംസിക്കുമ്പോഴും അതിലെ പ്രത്യേക പ്രയോഗത്തോടാണ് ശോഭന എതിർപ്പ് അറിയിച്ചത്. മഞ്ജുവിന് കുടുംബമില്ലെന്ന പരാമർശത്തിന് മറുപടിയുമായി ശോഭന കുറിച്ചത് ഇങ്ങനെയായിരുന്നു: മഞ്ജുജിക്ക് ഒരു കുടുംബമുണ്ട്. മിക്ക ആളുകൾക്കുമുള്ളതിനേക്കാൾ വലിയ ഒന്നാണത്. അവൾക്ക് ഞങ്ങളുണ്ട്. അവളുടെ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും. എല്ലാറ്റിനുമുപരി അവളുടെ സിനിമകളിലൂടെ അവൾ ഉണ്ടാക്കിയെടുത്ത പാരമ്പര്യമുണ്ട്, ആരാധകരുണ്ട്. അതുകൊണ്ട് നീ തകർപ്പനായി മുന്നേറു പെണ്ണെ. യാതൊരു തടസ്സങ്ങളും ഇല്ലാതെ ഒറ്റയ്ക്ക് യാത്ര തുടരൂ. കലയും നിന്റെ ബൈക്കും മാത്രം കൂട്ടിനുണ്ടാവട്ടെ എന്നാണ് ശോഭന കുറിച്ചത്. നമ്മൾ തിരഞ്ഞെടുക്കുന്ന സുഹൃത്തുക്കളും സഹപ്രവർത്തകരും സ്നേഹിക്കുന്ന ലോകവുമാണ് യഥാർത്ഥ കുടുംബമെന്ന ശോഭനയുടെ നിരീക്ഷണം സോഷ്യൽ മീഡിയയിലും കയ്യടി നേടുകയാണ്. സിനിമയിലെ രണ്ട് ഇതിഹാസ താരങ്ങൾ തമ്മിലുള്ള പരസ്പര ബഹുമാനവും പിന്തുണയും ഏതൊരു സ്ത്രീക്കും വലിയ കരുത്താണെന്നാണ് ആരാധകരും അഭിപ്രായപ്പെട്ടത്. തന്റെ കരിയറിന്റെ പീക്കിലാണ് മഞ്ജു വാര്യർ വിവാഹം കഴിക്കുന്നതും സിനിമയിൽ നിന്നും വിട്ടുനിൽക്കുന്നതും. 10 വർഷത്തിലധികം കാലം വീടിന്റെ 4 ചുമരുകൾക്കുള്ളിൽ മഞ്ജു ജീവിച്ചു. മറ്റാരുമായിരുന്നുവെങ്കിൽ മറന്നു പോകുമായിരുന്നു എന്നുറപ്പിക്കാൻ സാധിക്കുന്ന ഇടവേള. വർഷങ്ങൾക്ക് ശേഷം മഞ്ജു തിരികെ വന്നു. പോയതിലും ശക്തമായി. അവരുടെ തിരിച്ചുവരവ് കാത്തിരുന്ന മലയാളി മഞ്ജുവിന്റെ ഇരിപ്പിടം മറ്റാർക്കും നൽകാതെ കാത്തു സൂക്ഷിച്ചിരുന്നു. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.